ഹലോ, അസ്സലാം വലൈക്കും. നീല നെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ ഇറച്ചി വാങ്ങാൻ പോകുന്നതായിരുന്നു. ഇറച്ചിയും പോറ്റി വന്ന് നാലാത്തുനിന്ന് വാങ്ങല്. അപ്പോൾ അതിന് വേണ്ടി പോകുന്നു. വണ്ടിൻ്റെ ഒച്ചകൊണ്ട് കേൾക്കുന്നവരില്ല. അപ്പോൾ അത് വാങ്ങിയാണ്ട് തിരിച്ച് പോവാണ്. ഞാൻ അവിടെ ചെന്നിട്ട് കുറേ പണികളുണ്ട്. ഇനി ചിക്കൻ പക്കോടിൻ്റെ ചിക്കൻ വാങ്ങാണ്ട് അത് കൂടി വാങ്ങിയിട്ട് വേണം ഈവനിങ്ങിൻ്റെ കടലിൻ്റെ ഉള്ളിൽ കയറാൻ, പണി തുടങ്ങാൻ. ഞാൻ കൂടി വാങ്ങിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അത് വാങ്ങിയാൻ പോലെ നമുക്ക്. ശരി, ഫോളോ മീ. അപ്പൊ ഞാൻ കൊടക്കല്ല കോഴിക്ക് വന്നായിരുന്നു. കോഴി വാങ്ങാൻ വേണ്ടി ഇപ്പൊ ഇവിടെ കടയിൽ ഇവിടെ ഒരു കട ഉണ്ട്, നമ്മളെ നാട്ടിൽ തന്നെയാണ്, കാരാമ്പല്. അവിടെ വന്നായിരുന്നു. അപ്പൊ അത് അവർ ഇവിടുന്ന് ക്ലിയർ ആയി വെട്ടിത്തരും. അപ്പൊ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി പോന്നേന്. അപ്പൊ അത് വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങി ഒക്കെ റെഡിയായി. ബീഫ് വാങ്ങി, പായം വാങ്ങി, ബാക്കിയുള്ള സാധനമൊക്കെ വണ്ടി ഇനി നേരെ കടയിലേക്കാണ് പോണത്. ഇനി കട അപ്പൊ നമുക്ക് കടയിൽ നിന്ന് കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഈവനിങ് കടയിലെത്തി. ഈവനിങ് കട തുറക്കല്ല, സാധനം സെറ്റാക്കാൻ വേണ്ടി തുറക്കാം കേട്ടോ. സാധനം പിന്നെ തുറക്കല് 3:30-ക്കാണ്. 3:30 മണിയാവും. അപ്പോ ഈവനിങ് കടയ്ക്ക് എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇവിടെ തുറന്നിട്ട് കുറെ പണികളൊക്കെ ഉണ്ട്. കഴിച്ച് ഉച്ചക്ക് ചോറ് നാനാൻ പോലും ഫുള്ള് പണി കഴിച്ചോ. പിന്നെ 3:30-ക്ക് തുറക്കാൻ കണക്കാക്കി എല്ലാ വിഭവങ്ങളും റെഡിയാക്കി തുറക്കാൻ. അപ്പൊ അതിനുള്ള പരിപാടി കേട്ടോ. ഈ കുറച്ചേരം ഞാൻ ബിസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഈവനിങ് കടയിലെ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിയിൽ നമുക്കൊരു പിന്നെ ചെറിയൊരു പാട്ട് പാടാനുണ്ട്. പാടാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോ പാടലോ. ജന്മം കൊണ്ട് നാം ഇരുകാലി, കർമ്മം കൊണ്ട് നാക്കാലി, ധർമ്മം പിത്തിന പ്രസാദായി, മർമ്മം ദീനം നദിനെ പോയി, കൽവിൽ കുടിയേറി, ഇൽമും വിലാസും വഴിമാറി, മരണം മറന്നു പിതറേറി, മഹിതല സൗഖ്യം നടമാറി. ജന്മം കൊണ്ടു നാം ഇരുകാലി, കർമ്മം കൊണ്ടു നാൽക്കാലി, ധർമ്മം പിത്തിന പ്രസാദായി, മർമ്മം ദീനെന്ന നിലപോയി. എന്തർത്ഥമുള്ള ഗാനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഇതേമാതിരി മനുഷ്യന് ഇതേമാതിരിപ്പോ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യന് തീരെ വിലയില്ലാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ രണ്ടുപേരി പാടുന്നുള്ളൂ. ഏതായാലും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാലങ്ങൾ അതിക്രമിച്ചു. അതുകൊണ്ട് എല്ലാ മനുഷ്യരും നല്ല നിലയ്ക്ക് ജീവിക്കുക, നല്ല മനുഷ്യരായി, നല്ല സ്വഭാവത്തോട്, നല്ല ദീനോട് കൂടി മരിക്കല്ലാത്ത ഞാൻ അങ്ങനെ ഗാനം കേട്ടാൽ നമുക്ക് മനസ്സിൽ തട്ടുന്ന പാട്ടുകളാണ്. ഓർമ്മ വരാനും കൂടി ഞാൻ പാടിച്ചോട്ടെ. ഓക്കെ, കന്നഡ വെച്ചത് എനിക്ക് നോക്കി പാടാൻ വേണ്ടിയാണ്. നോക്കി പാടാൻ എനിക്ക് ഇപ്പൊ വരികൾ പോകേണ്ടതിട്ടാണ്. ഉണ്ട്. വേറെ എന്തൊക്കെ സുഖല്ലേ? പൊക്കടക്കിലെ ഇറച്ചി ചിക്കൻ കേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് മസാല വിട്ടിട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചന് കാഴ്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇറച്ചി കഴിഞ്ഞാണ് കാഴ്ചകളൊക്കെ വന്നു തുടങ്ങി. ഇറച്ചിന്റെ വാസനയുടെ ഒപ്പം വരും കാഴ്ചകൾ. ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കട്ടോ. ഓരോ നേരം കാണിക്കട്ടോ. ഓക്കെ, അപ്പൊ ചിക്കൻ പൊക്കറക്കിൽ മസാല കൂട്ടണമല്ലോ. ചിക്കൻ പൊക്കറക്കിൽ മസാല കൂട്ടണുണ്ടോ? എല്ലാ സാധനം കഴിക്കണം. മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്കാണ് പിന്നെ ചിക്കൻ വയ്ക്കാൻ പറ്റും. ചിക്കൻ ചില്ലി മോഡലോ എന്താണ് എന്റെ ഞാൻ പൊരിച്ചിനെ കാണിച്ചായിരുന്നു. ഇതാണ് മസാല. ഓക്കെ, ഞാൻ മുളക് എഴുതുമ്പോഴൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ നേരം സെറ്റ് ആയിക്കൊണ്ടിരിക്കാം. ഫോട്ടോ വെക്കാൻ ഇതേമാതിരി പിന്നെ ക്യാമറ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എടുത്ത് കാണിച്ചു കേട്ടോ. എന്നാലും വീഡിയോ നമുക്ക് എത്ര റിസ്പെക്ട് വീഡിയോ കൊണ്ടുവന്നാൽ തയ്യാറാണ് കേട്ടോ. അപ്പൊ അതിന്റെ നമ്മൾ ഓരോന്നോരോന്ന് കാണിക്കാം. ചില പാട്ടുകളൊക്കെ ഉണ്ടാവുന്ന ക്ഷമിക്കാം. ഓക്കെ, നമുക്കത് ഉണ്ടോ
ചിക്കൻ കിട്ടണം നല്ല ഇളക്കിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാല് നല്ല ഉപ്പും മുളകും പിടിച്ച് നല്ല ടേസ്റ്റാണ്. എപ്പോഴും മസാല ഇട്ട് വെച്ചാൽ നമുക്ക് 2-2.5 ഇടൽ തുടങ്ങിയാല് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റോട് കഴിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഫേവറേറ്റ്. ഞാൻ കുട്ടികളോട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ചിക്കൻ പക്കോട. നമ്മൾ പ്ലേറ്റ് 20 രൂപ കൊടുക്കണം, ടേസ്റ്റിനോ പൈസ. ഇതൊക്കെ ചിലവർത്തൊക്കെ 30 രൂപയാണ്, 50 രൂപ കൊടുക്കണം. നല്ല അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ പോകും. അപ്പൊ ഞാൻ സമൂസ ഉണ്ടാക്കിയാലോ? സമൂസ ഉണ്ടാക്കിയാണ് ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ റോൾ ഉണ്ടാക്കാണ്ട്. ചിക്കൻ റോൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ മസാല 2 ലോഡ് ഉള്ളതാണ്. അപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. വേറെ വിചാരിക്കാതെ ഇനി കുറെ സാധനങ്ങൾ ഫോട്ടോ എടുക്കാൻ പിന്നെ വീഡിയോ എടുക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയൂല, അത്ര സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. എന്നും പറയാറുള്ളതാണ്, ആർക്കും വെറുപ്പ് പോകുന്നരുത്. അപ്പൊ എല്ലാവരും സഹകരിക്കുക. വളരെ ബുദ്ധിമുട്ടിലാണ് വീഡിയോ എടുക്കുന്നത്, ഇപ്പം എൻ്റെ അടിയുടെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് വേണ്ടി സഹകരിക്കുക, മനസ്സിലും സഹകരിക്കുക. എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ട് മക്കളെ, പക്കോട, സമൂസ, പിന്നെ ചട്ടിപ്പത്തില്, ചിക്കൻ പക്കോട, പഴംപൊരി, ഇങ്ങനെ ഐറ്റംസുകളൊക്കെ കഴിക്കണം. എല്ലാ ഐറ്റംസുകളും ഓരോ പൊരിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അതിൽ ക്യാമറ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എണ്ണയും കാര്യമൊക്കെ ആകുമ്പോഴേ ഏതായാലും ഐറ്റംസൊക്കെ ഞാൻ ചോറിന് കിട്ടുക എന്തോ ഒരു കരിഞ്ഞ വാസന, അതിന്റെ വേറെ കരിഞ്ഞ വാസന ഇട്ടിട്ട്. അപ്പൊ ഞാൻ ചോറിന് പറ്റും ചോറ്